ഇത്തവണത്തെ നമ്മുടെ 72 ജിയോ 72 വളരെ കൃത്യമായും ഏതൊക്കെ വനിതാ ഘടകത്തിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എഴുതിക്കാറുണ്ട്. വനിതാ ഘടകത്തിൽ പക്ഷേ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അംഗൻവാടി അധികവേതനം, അംഗൻവാടി പോഷകാഹാരം, വിവാഹ ധനസഹായം, അംഗൻവാടി കെട്ടിടം, ഇതെല്ലാം വനിതയിൽ വെച്ചിട്ടുണ്ട്. ഈ വനിതാ ഘടകത്തിൽ ഏതൊക്കെയാണ് ഇത്തവണ മുമ്പ് അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഇതൊന്നും അതിൽ എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത്തവണത്തെ നമ്മുടെ 72 ജിയോ 72 വളരെ കൃത്യമായും ഏതൊക്കെ വനിതാ ഘടകത്തിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എഴുതിക്കാറുണ്ട്, ഇതൊന്നും അതിൽ എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ 5% കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കണം പറഞ്ഞു. അതിലും വെച്ചിട്ടുണ്ട് അംഗൻവാടി പോഷകാഹാരം. ഞാൻ പറഞ്ഞിട്ട് 5% എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പഞ്ചായത്തിന് 10 ലക്ഷം രൂപയായിരിക്കും. അംഗൻവാടി പോഷകാഹാരത്തിന് 22 ലക്ഷം 23 ലക്ഷം വന്നില്ല. പിന്നെ കുട്ടികൾ വരുന്നത് അംഗൻവാടി പോഷകാഹാരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാൻഡേറ്റ് എടുക്കേണ്ട പ്രോജക്റ്റാണ്. അത് ഈ വനിതാ ശിശു വിഭാഗത്തിൽ പെടുത്താൻ പാടില്ല. അതുപോലെ SSA പണം അടക്കും. SSA എത്രയാണ്? 25 ലക്ഷം 30 ലക്ഷം അടക്കുന്നുണ്ട്. ഈ ശിശുക്കളുടെ ആകെ മാറ്റി വെക്കുന്ന 10-15 ലക്ഷത്തിൽ മുഴുവൻ അങ്ങനെ പറ്റൂല. SSA പറ്റില്ല, RMSA, അതുപോലെ സ്കോളർഷിപ്പ്, അതുപോലെ കുട്ടികളുടെ ഭർത്താവ്, ഇതൊന്നും അതിൽ പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ ചില പഞ്ചായത്തുകൾ വെച്ചിട്ടുണ്ട്. ഏത് പഞ്ചായത്തെന്ന് ഞാൻ പറയും. ഇനിയുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ദൈനംദിന ചെലവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ദൈനംദിന ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈമാറ്റ സ്ഥാപനങ്ങളുടെ പോസ്റ്റേജ്, ഇലക്ട്രിസിറ്റി ചാർജ്, വാട്ടർ ചാർജ്, അതുപോലെ ഉള്ള ചെലവുകൾ അതിനൊക്കെ ചില പഞ്ചായത്തുകൾ അതിനും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. എന്തിനാ അതിന് പ്രോജക്റ്റ്? എന്താ ഗവൺമെന്റ് ഉത്തരവിൽ പറഞ്ഞത്? ജിയോ 80 അവസാനം പറഞ്ഞിട്ടുണ്ടല്ലോ, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിലെ സ്ഥാപന മേധാവികളുടെ കൈമാറി കിട്ടുന്ന സ്ഥാപന മേധാവികൾ യോഗം വിളിച്ചു കൂട്ടി. ആ യോഗം വിളിച്ചു കൂട്ടി ഈ താഴെ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് ഈ ഒരു വർഷം എത്ര തുക വേണ്ടി വരും എന്ന് അവരോട് എഴുതി വാങ്ങണം. കറണ്ട് ചാർജ്, വാട്ടർ ചാർജ്, വാടകയുടെ കെട്ടിട ചില സ്ഥലങ്ങളിൽ സ്കൂൾ വാടക ഉണ്ടാവും, മറ്റു കെട്ടിടങ്ങൾ വാടക ഉണ്ടാവും, കൺസ്യൂമബിൾസ്, സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലിഫോൺ, ഇന്റർനെറ്റ് ചാർജ്, ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷം എത്ര തുക വേണ്ടി വരുമെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവിയോട് എഴുതുകയാണ്. എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അല്ല. സ്ഥാപന മേധാവി എന്ന് പറയുമ്പോൾ എല്ലാ സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലും വിളിക്കേണ്ടി വരും. അംഗൻവാടിക്കൊക്കെ വേണ്ടി ICD സൂപ്പർവൈസർ വിളിച്ചാൽ മതി. കാരണം അവരതിന്റെ കണക്കെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അവരോട് എഴുതി വാങ്ങണം. എഴുതി വാങ്ങി ആ തുക എല്ലാം കൊടുക്കാൻ വേണ്ടി കഴിയില്ല. നമുക്കെല്ലാം അറിയാം, ആ തുക എല്ലാം കൊടുക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ വലിയ എമൗണ്ട് ഉണ്ടാവും. നമുക്ക് ഗവൺമെന്റ് GPGയിലാണ് കൊടുക്കേണ്ടത്, ജനറൽ പർപ്പസ് സ്റ്റാൻഡിനാണ് കൊടുക്കേണ്ടത്. അപ്പൊ ജനറൽ പർപ്പസ് സ്റ്റാൻഡ് അത്രയും തുക ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം എഴുതി വാങ്ങി സെക്രട്ടറി ഒരു പ്രൊസീഡിങ്സ് ആക്കി കൊടുത്ത് ആ പൈസ അവർക്ക് കൊടുക്കുകയും അതിന്റെ വൗച്ചർ അവിടെ സൂക്ഷിക്കുകയും അതിന്റെ UC പഞ്ചായത്തിന് കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ വളരെ കൃത്യമായും ഈ ജിയോ 80 ഇതും ചില പഞ്ചായത്ത് പ്രോജക്റ്റായി വെച്ചിട്ടുണ്ട്. ഈ ഫണ്ട് ട്രഷറിയിലൊന്നല്ല കിടക്കുന്നത്. നമ്മുടെ ജനറൽ പർപ്പസ് സ്റ്റാൻഡ് നമുക്ക് ഓൺ ഫണ്ട് പോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഈ പണം ചെലവഴിക്കേണ്ടത്. ഇത് കൃത്യമായി വായിച്ചു നോക്കാത്ത ചില പഞ്ചായത്തുകൾ ഇതെല്ലാം ഒക്കെ പ്രോജക്റ്റിൽ വെച്ചിട്ടുണ്ട്. അതും ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് വെച്ചെന്നാണ് തെറ്റായി പോയെന്ന് ഞാൻ പറയുന്നത്. ഉത്തരവ് ഇതാണെന്ന് മാത്രമേ പറയുന്നത്. അതുപോലെ ഈ സംയുക്ത പ്രോജക്റ്റുകളുടെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ നീലേശ്വരം ബ്ലോക്കിൽ ആകെ അത്രയും പ്രോജക്റ്റ് ഉള്ളൂ, 57 മറ്റു പ്രോജക്റ്റുള്ളൂ. അത് നീലേശ്വരം ബ്ലോക്കിൽ തോന്നിയത് ഏറ്റവും കുറവ് പ്രോജക്റ്റാണ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എളുപ്പമാണ്. പ്രോജക്റ്റ് രണ്ടിപ്പോൾ 500-400-500 പ്രോജക്റ്റ് ആയ ആളുകൾ ഈ ടൈറ്റിയോടെ തന്നെ ചെയ്യാനായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുണ്ട് എത്ര പ്രോജക്റ്റ്. ഇന്നലെ ഒരു പ്രസിഡന്റ് എന്താണെന്ന് പറഞ്ഞു, മാഷേ ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും പോലെ 5 ലക്ഷത്തിൽ കുറവുള്ള പ്രോജക്റ്റ് എടുക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറയണം. അതേ പറ്റൂ. അവര് വളരെ സീനിയർ ആയിട്ടുള്ള പ്രസിഡന്റ് മാത്രമല്ല, അവർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് വളരെ സീനിയറാണ്. എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് പ്രസിഡന്റ്. എന്തിനാ അങ്ങനെ തീരുമാനിക്കും? ഗവൺമെന്റ് എന്തിനാ ഉത്തരവാദിക്കുന്നത്? പഞ്ചായത്ത് ഭരണസഭ തീരുമാനിച്ചാൽ പോലെ ചെറിയ പ്രോജക്റ്റ് എടുക്കൂല. നമ്മൾ ചുരുങ്ങി 5 ലക്ഷത്തിൽ പ്രോജക്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞാൽ ചെയ്താൽ പോലെ. ഈ സർക്കാർ എന്ന് പറയണോ? സർക്കാർ പറയൂല. കാരണം സർക്കാർ പറയാൻ കഴിയില്ല. അസോസിയേഷന്റെ ഭാഗത്തൊക്കെ വലിയ ശക്തമായി എതിർപ്പുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ഒരുപാട് പ്രോജക്റ്റുകൾ എടുത്ത പഞ്ചായത്തുകളിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സംഗതി. ഇത് ഈ ഇംപ്ലിമെന്റേഷൻ ഒന്നും നോക്കാൻ വേണ്ടി പോലും ഏതൊക്കെയാണ് ഒന്ന് പരിശോധിക്കാൻ പോലും കഴിയില്ല. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് സംയുക്ത പ്രോജക്റ്റുകൾ ഇതിലുണ്ട്.
ഇത്തവണ ഗവൺമെന്റ് പറഞ്ഞ സംയുക്ത പ്രോജക്റ്റുകൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് കൂടി എടുക്കുന്ന പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എടുക്കുന്ന പ്രോജക്റ്റ്, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എടുക്കുന്ന പ്രോജക്റ്റ്, ഇതൊക്കെയാണ് സംയുക്ത പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ സംയുക്ത പ്രോജക്റ്റുകൾ മുൻകൂട്ടി DPC അംഗീകരിച്ചിട്ടുണ്ടാവും ഏതൊക്കെ പ്രോജക്റ്റുകൾ ഇത്തവണ സംയുക്ത പ്രോജക്റ്റുകളായി എടുക്കാം. ഇനി അഥവാ ഇല്ലെങ്കിൽ പോലും സംയുക്ത പ്രോജക്റ്റുകൾ നമ്മള് ഫണ്ട് വെക്കുന്ന അവസരത്തിൽ ഇപ്പൊ ബ്ലോക്കും ഗ്രാമവും കൂടി ചെയ്യുന്നതാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആ തുക വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഗ്രാമപഞ്ചായത്ത് വെക്കാൻ, അല്ലെങ്കിൽ ആ പണം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ വിഹിതം കൊടുക്കുന്ന കുറേയധികം പഞ്ചായത്ത്, ഞാൻ നീലശ്ശേരി ബ്ലോക്ക് ഉദാഹരണം പറഞ്ഞതാണ്, ഒരുപാട് സംഗതികൾ ഗ്രാമപഞ്ചായത്ത് വിഹിതം കൊടുക്കുന്നു, സ്കോളർഷിപ്പിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ സബ്സിഡി, പിന്നെ എന്താ കൂലിച്ചേർന്ന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ ഞാൻ പ്രോജക്റ്റ് നോക്കും മനസ്സിലായതാണ്. അപ്പൊ അതൊക്കെ ഗ്രാമപഞ്ചായത്തോട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇംപ്ലിമെന്റേഷൻ വലിയ പ്രയാസം കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ബന്ധപ്പെട്ട മേൽ ഘടകങ്ങളും പഞ്ചായത്തുകളും അത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം പറഞ്ഞു. ഇത്തവണ ചില പദ്ധതികൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭാഗമായി മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പിന്നെ മൺപണി, റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൺപണിയും മെറ്റലിയും, അതിപ്പോ എസ്റ്റിമേറ്റ് ചെയ്യാൻ എഞ്ചിനീയർമാർ ചെയ്യുമായിരിക്കാം. ഈ മൺപണിയും മെറ്റലിങ്ങും തൊഴിലുറപ്പ് പദ്ധതി മാത്രമേ ചെയ്യാൻ പറ്റൂ, അതിന് ടാറിങ് മാത്രമേ പ്ലാൻ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റൂ എന്ന് നമ്മുടെ GOയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇത് സ്വാഭാവികമായിട്ടും പ്രയാസം ഉണ്ടാവുമെന്ന് അറിയാമോ. അതുപോലെ തന്നെ ഉള്ള ചില കാര്യങ്ങൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. സ്വകാര്യ സ്കൂൾ ലാപ്ടോപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കാലിത്തൊഴുത്ത് നിർമ്മാണം, കോഴിക്കൂട് നിർമ്മാണം പോലുള്ള കാര്യങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ രീതിയിലേക്ക് ചില പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. അതേപോലെ മണ്ണ് ജല സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, വനവൽക്കരണം, ഇതൊക്കെ ദേശീയ തൊഴിലുറപ്പ്, ഇത്തവണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ചില പിന്നെ നമുക്ക് ബോധപൂർവം ചെയ്തതായിരിക്കില്ല, ചില സദ്യയിൽ പെടാത്തത് കൊണ്ട് വന്നിട്ട് ചില അപാകതകൾ ചില പഞ്ചായത്തുകളുടെ പദ്ധതികൾ നോക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്രോജക്റ്റുകള് ഞാൻ പറഞ്ഞു, വെറ്റിംഗ് ഓഫീസേഴ്സിന്റെ ഒരുപാട് വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ പരിശീലനം ഇവിടെ തന്നെയായിരുന്നു പരിശീലനം വെറ്റിംഗ് ഓഫീസേഴ്സിന്റെ. ആ പരിശീലനത്തിൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തിട്ടായിരുന്നു. അപ്പൊ അവർ കുറെ കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില പ്രോജക്റ്റുകൾ, ഗ്രീഷ്മോത്സവവും ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രോജക്റ്റ്, അതുകൊണ്ട് പ്രോജക്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രോജക്റ്റിൽ എല്ലാ കോളങ്ങളും പൂരിപ്പിക്കേണ്ടതെല്ലാം പൂരിപ്പിക്കണം, എല്ലാ കോളങ്ങളും പൂരിപ്പിക്കണം എന്നല്ല ഞാൻ പറയും. അല്ലാതെ ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കഴിയും. വെറ്റിംഗ് ഓഫീസേഴ്സ് നമുക്ക് അംഗീകരിച്ച് തന്നാലും നാളെ നമുക്ക് അതൊരു പ്രയാസമായിരിക്കും. പിന്നെ ചില പരാതികൾ വന്നത് ഈ പ്രോജക്റ്റുകൾ ബന്ധപ്പെട്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അറിയാതെ അവരുടെ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തുകളിൽ ഡാറ്റ ചെയ്തു എന്നൊരു പരാതി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചായത്ത് ചെയ്യുന്നതൊക്കെ അറിയില്ല, അതൊരിക്കലും ശരിയല്ല. ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ് പ്രോജക്റ്റ് ഡാറ്റ എൻട്രി ചെയ്യേണ്ടത്, അല്ലാതെ അവരെ പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ് അല്ലേ. കാരണം അവരാണ് ഒപ്പിടുന്നത്. പിന്നെ അതിന്റെ എന്തെങ്കിലും ലാബിറ്റ് വന്നാൽ അതിന്റെ ചുമതല മുഴുവൻ അദ്ദേഹത്തിനാണ്, അല്ലാതെ ഈ ഡാറ്റ എൻട്രി ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മോശമാണ്. ചില പഞ്ചായത്തുകളിൽ അങ്ങനെ ആക്ഷേപവും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ വിളിച്ചു പറയാൻ ഇങ്ങനെ എന്റെ പഞ്ചായത്ത് ചെയ്തു, നമ്മൾ ചെയ്യൂല, കാരണം അവര് കണ്ടില്ല അത് ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ കമന്റ് ഒന്നും എന്റെ ഭാഗത്തുനിന്നില്ല, കാരണം അത് ചെയ്യാൻ ആര് ചെയ്യണം ഉത്തരവാദിത്തം പറഞ്ഞിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ചെയ്യേണ്ടതാണ്. അതിന്റെ ലാബറട്ടറിയും കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് വഹിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കേണ്ടത്.